രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എവിടെ? അദ്ദേഹം വിദേശത്തെ ഏതോ അവധി ആഘോഷിക്കാൻ പോയിരിക്കുകയാണെന്നാണ് പലവട്ടം കോൺഗ്രസ് പറയുന്നത്. അപ്പോഴും ഉയരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ടല്ലോ. പ്രതിപക്ഷം ശക്തമാകേണ്ട ഈ സമയത്ത് വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായിട്ടും വാ തുറന്ന് ഒരക്ഷരം പറയുവാനോ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാനോ രാഹുൽ ഗാന്ധി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ള നടന്ന സമയമാണിത്. അയോധ്യയിൽ വന്നവരും നിന്നവരുമെല്ലാം കട്ടുമുടിച്ചിട്ടും കമ എന്നൊരക്ഷരം രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടേയില്ല. രാഹുൽ മാത്രമല്ല, പ്രിയങ്കയും CBSE ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉന്നയിക്കാൻ പോയൊരു പോക്കാണ്. പിന്നെ കണ്ടിട്ടേയില്ല, പൊടി പോലുമില്ല. 2 തവണ ജയിപ്പിച്ച വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും കഴിഞ്ഞ 2 ആഴ്ച മുൻപ് അംഗനവാടി ഉദ്ഘാടനം ചെയ്യാൻ വരെ എത്തിയ പ്രിയങ്ക അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് നടന്നപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് ആ വിഷയത്തിൽ 4 വരി പറയാൻ രാഹുൽ ഗാന്ധി വാ തുറന്നത് എന്ന ആക്ഷേപം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴാണ് അയോധ്യയിൽ ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും മിണ്ടാതെ ഇരിക്കുന്നത്. ഇപ്പോൾ BJPക്കെതിരെ രാഹുൽ കടന്നാക്രമിക്കേണ്ട സമയത്താണ് അവർ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നത്. ഇതിനെല്ലാം വഴിമരുന്നിട്ടതും അദ്ദേഹം തന്നെയാണ്. വിദേശത്താണെന്ന് പറഞ്ഞാലും അതിനർത്ഥം സ്വന്തം രാജ്യത്തെ തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നാണോ? 10 കൊല്ലം പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്നപ്പോൾ BJP വിലസി നടന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ അവർ ഈ രാജ്യത്തെ മാറ്റിമറിക്കുവാനുള്ള പല ശ്രമങ്ങളും നടത്തുകയാണ്. ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പല ബില്ലുകളും രാഹുലിന്റെ എതിർപ്പിനെ കാത്തുകിടക്കുമ്പോഴാണ് അദ്ദേഹം അപ്രത്യക്ഷനായിരിക്കുന്നത്. 2010-ലെ FCRA നിയമങ്ങളെ പാടെ കാറ്റിൽ പറത്തി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് പ്രതിപക്ഷം നോക്കി നിൽക്കുകയാണ്. ഇന്ത്യയിലെ സർക്കാരിതര സംഘടനകൾക്കും അസോസിയേഷനുകൾക്കുമുള്ള വിദേശ ധനസഹായം നിയന്ത്രിക്കുന്നത് 2010-ലെ വിദേശ സംഭാവന നിയന്ത്രണ നിയമമാണ്. NGOകൾ കൃത്യമായ പ്രവർത്തന മേഖലകളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കുവാനും പ്രധാന പ്രവർത്തന നിർവചനങ്ങൾ വികസിപ്പിക്കുവാനും വിദേശ ധനസഹായത്തോടെയുള്ള മതപരിവർത്തനം വ്യക്തമായി തടയുവാനും നിർബന്ധിക്കുന്ന ആ നിയമത്തെ 2026-ൽ BJP തിരുത്തി കുറിക്കുകയാണ് ചെയ്തത്. അതായത് ന്യൂനപക്ഷ സംഘടനകൾക്ക് ലഭിക്കുന്ന വിദേശ ഫണ്ട് തടയുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് BJPക്കുള്ളത്. ഇത് മനസ്സിലാക്കിയിട്ടും ഇതിനെതിരെ സംസാരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. രാജ്യസുരക്ഷയ്ക്ക് തന്ത്രപ്രധാനമായ മിസൈൽ നിർമ്മാണവും സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി മൗനവ്രതത്തിലാണ്. അദാനി, ICOMM, ഭാരത് ഫോർജ്, ടാറ്റ ഗ്രൂപ്പ്, മഹീന്ദ്ര തുടങ്ങിയവയ്ക്ക് ഈ രാജ്യത്തിന്റെ സുരക്ഷ തീരെഴുതി കൊടുത്തിട്ടും നിർണായകമായ മിസൈൽ നിർമ്മാണത്തിലേക്ക് സ്വകാര്യ കമ്പനികൾ വരുന്നത് ആശങ്കാജനകമാണെന്ന് സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തിയിട്ടും അതീവ രഹസ്യമായ സാങ്കേതിക വിദ്യകൾ ചോരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നറിഞ്ഞിട്ടും രാഹുൽ ഗാന്ധി നിങ്ങൾ ഉറങ്ങുകയാണോ? ഇതാണ് ചോദിക്കാനുള്ളത്. ഇവിടം കൊണ്ടും തീരുന്നതല്ല ഈ രാജ്യത്തെ BJP ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളെ കണ്ണടച്ചിരുട്ടാക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടുകൾ അത് ഈ രാജ്യത്തോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്.